ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കര പഞ്ചായത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനായുള്ള BJP കമ്മിറ്റി ഓഫീസ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിജയപ്രതീക്ഷ പങ്കുവച്ച് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ചേലക്കര പഞ്ചായത്ത് BJP കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ കമ്മിറ്റി അംഗം ഗോപി ചക്കുന്നത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് സുനിൽ മണ്ണു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ സത്യസന്ധമായി പറയാം, എന്നെ പോലെയല്ല, ഗോപി എന്നെ പോലെ 10 പേരെ കിട്ടുക. K. രാധാകൃഷ്ണൻ ചേലക്കരയിൽ ഒന്നുമല്ലാതായി മാറും. കാരണം ഈ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഈ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകൾ, ഒരു 10 പേര് വന്നാൽ മതി. പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ, ഒരു 10 പേരെ എനിക്കിതാ, ഞാൻ ഈ ഇന്ത്യയുടെ ഭൂപടം മാറ്റാം. അപ്പോഴാണ് ഡോക്ടർ അബ്ദുവാർ പറഞ്ഞത്, 10 പേരെയല്ല 10,000 ആളുകളെ ഞാൻ ഉണ്ടാക്കും. സ്വാമി വിവേകാനന്ദൻ്റെ ആഹ്വാനത്തിൽ നിന്നാണ് RSS ഉണ്ടായത്. ഡോക്ടർജിയുടെ ഒക്കെ മൈൻഡ് സെറ്റ് സ്വാമിജിയുടെ ആഹ്വാനത്തിൻ്റെ ആധാരമായിരുന്നു. അവിടെ നിന്നാണ് ഒന്നിൽ നിന്ന് തുടങ്ങിയത്. ആ ഒന്നിൽ നിന്ന് തുടങ്ങി അത് പെരുകി ഇന്ന് ഭാരതം മുഴുവനും 100,000 ഹിന്ദു സമ്മേളനമാണ് ഈ ജനുവരി നടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ 100,000 ഹിന്ദു സമ്മേളനം. കൂടാതെ പുലാക്കോട് ഏരിയ പ്രസിഡന്റ് ഗിരിജ, ജനറൽ സെക്രട്ടറി സുനിൽ, ചേലക്കര ഏരിയ ജനറൽ സെക്രട്ടറി പ്രകാശൻ AK, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജ്കുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺ മാഷ്, മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, മുതിർന്ന നേതാക്കൾ കാവുങ്ങൽ രാജഗോപാലൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എല്ലാ സ്ഥാനാർത്ഥികളും മറ്റു കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. അവിടെ മരുന്നുമില്ല, ഡോക്ടറും ഇല്ല. അപ്പോൾ അടുത്ത കാലത്ത് പ്രവർത്തനത്തിന് പോയി, ഞങ്ങൾക്കറിയാം 24 വാർഡിൽ ഒരു 11ാം വാർഡിലാണെന്ന് തോന്നുന്നു നമ്മുടെ ശരണ്യ, അല്ലേ? സത്യത്തിൽ ഈ 11ാം വാർഡിൽ ഞങ്ങൾക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ചേലക്കരയുടെ വികസനം ഒന്ന് കാണാൻ പോയതാണ്. ഒരു 100 വർഷം പഴക്കം, ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കാൻ പാടില്ലാത്തത്, ഈ ആധുനിക സമൂഹത്തിൽ കഴിഞ്ഞ 10 ദിവസം മുമ്പ് എക്സ്ട്രീം പോവർട്ടി, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഒരു സംസ്ഥാനത്ത് ചേലക്കരയിലെ 11ാം വാർഡിൽ മനുഷ്യൻ മൃഗങ്ങളെക്കാളും മോശമായി, നായക്കൾക്ക് പോലും അത്യാവശ്യം കയറി കിടക്കും കടകളും വീടുകളും തിണ്ണയൊക്കെ ഉണ്ട്, അതുപോലുമില്ലാതെ മൃഗങ്ങളെപ്പോലെ യാതൊരുവിധ മനുഷ്യനവകാശപ്പെട്ട അർഹതയുമില്ലാതെ ഒരു കാട്ടുമൂപ്പൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു CPM മാടമ്പിയുടെ കീഴിൽ ജീവിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ നിന്നും ചെറുപ്പക്കാരിയായി മിടുക്കിയായ ഒരു കുട്ടി വിവാഹം കഴിച്ച് അവിടെ എത്തുകയും ഈ അഴിമതിക്കെതിരെ, ഈ കെടുകാര്യസ്ഥയ്ക്കെതിരെ, ഈ സ്വജനപക്ഷപാതത്തിനെതിരെ ശക്തമായ പോരാടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയ ശരണ്യ അതിഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. പക്ഷേ BJP എന്ന പ്രസ്ഥാനം അവരുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഇടത്തിനും വലതിനും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുപോലെ നിരവധി വാർഡുകളിൽ റോഡുകളില്ല, വെള്ളമില്ല, കരണ്ടില്ല. ഞാൻ ഇന്നലെ ഞങ്ങൾ രാത്രി ഒരു കോളനിയിൽ പോയി, ഞാനും നമ്മുടെ CCV ന്യൂസ് ചേലക്കര.